ഹലോ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേക ഐറ്റം കേട്ടോ. ഉണ്ടാക്കുന്ന ഐറ്റത്തിന് പേര് പ്രത്യേകതയില്ല, പക്ഷെ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റം പ്രത്യേകതയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്. നമ്മൾ സാധാരണയായിട്ട് ഉപ്പിട്ട് പിഴുങ്ങിയിട്ട് ചായയുടെ കൂടെ കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്കത് എന്ത് ചെയ്യാം, ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? വെറൈറ്റി ആവൂലേ? ഇതിനായിട്ട് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ആവിയിൽ പിഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിലും സാധാരണ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പിഴുങ്ങിയെടുക്കാറുണ്ട്. അതുപോലെ അല്ല, ഇത് ആവിയിലാണ് പിഴുങ്ങിയെടുക്കുന്നത്. എല്ലാതും ഏകദേശം ഒരേപോലെ കട്ട് ചെയ്താൽ പെട്ടെന്ന് ഒരേപോലെ വെന്ത് കിട്ടും. പിന്നെ ഇതിനധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആവിയിൽ വെന്തെടുക്കാനൊന്നും. ഒരു 5-10 മിനിറ്റ് ഉണ്ടോയെന്ന് സംശയമാണ്, വളരെ കുറച്ച് സമയം മതി. അങ്ങനെ ഞാൻ എല്ലാതും കട്ട് ചെയ്ത് ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതെല്ലാതും അതിലേക്ക് വെച്ചിട്ട് അടച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അധികം സമയമില്ല, 5-10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സമയം നമുക്ക് വേറെ സംഭവം ഇവിടെ ചെയ്തെടുക്കാനുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്താലും മതി. ചോപ്പറിനകത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കഷ്ണവും ഒരേപോലെ കട്ട് ചെയ്തിട്ട് ഇനി അങ്ങനെ ആയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട്ലേറ്റിൻ്റെ കറി ചെയ്യുന്ന പോലെ ആയാലും മതി. ഇനി നമുക്കിത് അടച്ചോടെ മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ടാകും. ഇതാ നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കണ്ടോ, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കിഴങ്ങ് വെന്തിട്ടുണ്ടെന്ന് ഒന്നുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വേവുന്ന പോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ടാകും. ഇനി എന്ത് ചെയ്യണം, ഇത് ചൂട് പോയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളയണം കേട്ടോ. ചൂടോടുകൂടി കളയാൻ പോകേണ്ട, കൈ പൊള്ളും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ തൊലി പതുക്കെ എടുക്കാം ചൂട് പോയതിന് ശേഷം. ഇനി ഇതേപോലെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എല്ലാതും കളഞ്ഞിട്ട് ഇതേപോലെ കളഞ്ഞെടുക്കാം. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. നമ്മൾ കിഴങ്ങൊക്കെ സാധാരണ ഉടക്കുന്നത് പോലെ വെള്ളമൊന്നും ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പെട്ടെന്നാവും, കാരണം വളരെ സോഫ്റ്റാണ്. അങ്ങനെ ഉടച്ച് കൊടുക്കാം. ഇതിൽ ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഉടച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ അവിടെ വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ വേണ്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അത് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ആ ഷേപ്പിൽ കിട്ടില്ല. അങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും, ഞാനിത് സാധാരണ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലേക്കും പാകമാകും. പെട്ടെന്ന് അങ്ങനെ സോഫ്റ്റ് ആവും ഒന്നുമില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഒന്ന് ചെയ്ത് ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള, പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ഞങ്ങൾ കൂട്ടും കുറക്കാം പച്ചമുളക്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാതും. പിന്നെ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 4-5 ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കോഴിമുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ബ്രെഡ് ക്രംസാണ്, ഞാനിത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, സാധാരണ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ ആദ്യം കോഴിമുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് അറിയാത്തവരാരും ഉണ്ടാവില്ലെങ്കിലും പറയാം. ജസ്റ്റ് സാധാരണ ബ്രെഡ് മിക്സ് ഇട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു 5 മാത്രം ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു കോഴിമുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുള്ളൂ. അങ്ങനെ 5 ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നാളെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നേരെ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇതിടുക, പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് നോമ്പല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഡെയിലി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാതും ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് 2 ഭാഗവും മറിച്ചും തിരിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, സാധാരണ കട്ട്ലേറ്റ് പോലെ തന്നെയാണ്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റാണ്. ഞാൻ കരുതി മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ മധുരക്കിഴങ്ങാണെന്നുള്ളത് ഒട്ടും ആർക്കും അറിയില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനോ അതിമനോഹരമല്ല, അധികം ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള നല്ല പുതിയ വിഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് വരാം.